ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അക്ബറിന്റെ ഉമ്മയായിട്ടുള്ള റഹ്മത്ത് വാപ്പൂത്തി അതേപോലെ തന്നെ ഡോക്ടർ ഷെറീൻ ഖാൻ ഇവർ രണ്ടുപേരും ഹൗസിനകത്തേക്ക് പ്രവേശിക്കുന്നതാണ് ലൈവിൽ കണ്ടത്. അക്ബർ ആക്ടിവിറ്റി ഏരിയയിലായിരുന്നു. ആദ്യം കൊടുത്ത് ലാലേട്ടന്റെ 7 മണി പോസ്റ്റർ വെച്ചിട്ടുള്ള ഒരു ബസ്സിലായിരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അക്ബർ അത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അക്ബറിന്റെ ആ നിപ്പും ഭാവവും കണ്ടിട്ട് ശരിക്കും വിഷമം തോന്നി കേട്ടോ. നിങ്ങളതിനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മാസത്തിലേറെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ കണ്ടിട്ടില്ല, വേറൊരു സ്ഥലത്താണ്. അവര് വന്നിട്ട് അവരെ പോയി സ്വീകരിക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങളെ കൂട്ടിയിട്ടിരിക്കുകയാണ്. കടമ്പകളൊക്കെ താണ്ടാതെ അവരെ പോയി സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ല. മെന്റലി വല്ലാത്തൊരു സമ്മർദ്ദത്തിലാവില്ല. അതിപ്പോ ഇത്തിരി സമയത്തിലാണെ പോലും മെന്റലി നമ്മൾ വല്ലാത്തൊരു സമ്മർദ്ദത്തിലാവും. ഇന്നലെയും നമ്മളിത് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ ആശ്വസിക്കാം. ഇന്നലെ ഷാനവാസിനും അതേപോലെ അനീഷിനും കൊടുത്ത അത്രയും കഠിനമായിട്ടുള്ള ഒരു ടാസ്ക് ഒന്നും അല്ല. അപ്പോൾ അതൊരു ഇന്നത്തെ ഒരു സമാധാനമുള്ളൊരു കാര്യമായിരുന്നു. ഈ ഒരു സമ്മർദ്ദം അവർക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഫാമിലി വീക്കിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ടാസ്കുകൾ കൊടുത്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി യോജിപ്പൊന്നുമില്ല. പക്ഷെ ഈ ഒരാഴ്ച ഇത്രയും കൂടി ഒരു സംഭവ ബഹുലവും ത്രില്ലിങ്ങും ഒക്കെ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഡിസിഷൻ ആയിരിക്കാം ഇങ്ങനെയുള്ള ടാസ്കുകൾ. അപ്പൊ അതൊക്കെ ഉണ്ട്. അക്ബറിന് ഈ ഒരു കൊടുത്ത ടാസ്ക് നല്ല ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. കമ്പാരിറ്റീവ്ലി ഇന്നലത്തേനെക്കാട്ടിലും ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അനീഷിനും ഷാനവാസിനും കൊടുത്ത പോലൊക്കെ ഉള്ള ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അക്ബർ അവിടെ പകർന്നു വീണാൻ ആ കാര്യം ഉറപ്പാണ്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അനീഷ് വരെ അവിടെ പൊട്ടി കരഞ്ഞ് അവിടെ വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. അക്ബറിന് കൊടുത്ത ടാസ്ക് ഇത്രയേ ഉള്ളൂ. നൽകിയിരിക്കുന്ന അത്രയും ഗ്ലാസുകളും പ്ലേറ്റുകളും വെള്ളത്തിൽ ബാലൻസ് ചെയ്ത് നിർത്തണം. ആ റൂമിനകത്ത് ഫാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അത് AC കാണുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് എളുപ്പമുള്ള ഒരു ടാസ്ക് ആണ്. അക്ബറിന് വേഗത്തിൽ തന്നെ അത് ചെയ്യാനായിട്ട് പറ്റി. ഇതാണ് അക്ബറിന് കൊടുത്ത ആ ഒരു ടാസ്ക്. സമയപരിമിതമാണെന്ന് ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞു. സമയം പരിമിതമാണെന്ന് ഓൾറെഡി പറഞ്ഞു. കാരണം ഇന്ന് സാബുമാന്റെ ഫാമിലി കയറാനായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ജാസ്മിൻ മൂസേനെയും ദിയാസനേനെയും നമ്മൾ ലൈവിനകത്ത് കാണാനായിട്ട് പോകുന്നത്. പിന്നെ ഒരു കാര്യം, അവര് വരുന്നത് ആദിലയ്ക്ക് വേണ്ടിയാണ് കേട്ടോ. നൂറയുടെ ഫാമിലിയിൽ നിന്നും വേറെ ആരോ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ബിഗ് ബോസ് പറയുന്നതായിട്ട് കേട്ടിരുന്നു. നൂറയ്ക്ക് പ്രിയപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. എന്തായാലും അക്ബർ ഈ ഒരു ടാസ്ക് വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. അക്ബർ ആദ്യം തന്നെ ഓടിപ്പോയി പുള്ളിയുടെ ഉമ്മാനെയാണ് ഹഗ് ചെയ്തത്. കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. എന്നിട്ടാണ് ഷെറീനെ ഹഗ് ചെയ്തത്. അപ്പൊ ഇവര് വീടൊക്കെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.